ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് റിട്ടയർമെന്റ് എന്നുള്ള ചാപ്റ്ററത്തെ ക്ലൈമാക്സ് പോർഷനിലോട്ട് എത്തി, വിച്ച് ഇസ് നത്തിങ് ബട്ട് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഡെത്തിൽ കൂടുതലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ കേട്ടോ. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഈ മരിപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ അടുത്ത് പറഞ്ഞു വരുന്ന ഒരു സംഭവമല്ലല്ലോ. റിട്ടയർമെന്റ് എന്ന് പറയുന്നത് അയാൾ ഇന്ന ഡേറ്റിൽ റിട്ടയർ ആവാൻ പോവാണ് എന്നുള്ളത് അയാൾ നേരത്തെ തീരുമാനിച്ച് ചെയ്യും. ഡെത്ത് അങ്ങനെ പറ്റില്ല. ചിലപ്പോഴൊക്കെ ഒരു സ്ഥാപനം ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയിട്ട് ഏപ്രിൽ 1 തുടങ്ങിയിട്ട് മെയ് 31 ആവുമ്പോഴേക്ക് ആള് പോയിട്ടുണ്ടാവും. അപ്പൊ ആകെ 2 മാസേ ആ വർഷം വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ ഡെത്തിനൊരു കുഴപ്പം എന്താണെന്ന് അറിയൂ? 2 മാസം വർക്ക് ചെയ്തില്ലേ, എന്നിട്ടല്ലേ മരിച്ചത്. അപ്പൊ ആ 2 മാസത്തെ ലാഭം കൊടുക്കണം അയാൾക്ക്. എന്താ അല്ലേ? യെസ്, 2 മാസത്തെ ലാഭമൊക്കെ എങ്ങനെ കൊടുക്കും? നിങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഊഹത്തിലല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ഒരു ഫേം ആ വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ, ആ വർഷത്തിന്റെ അവസാനം ആവുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ നമുക്ക് ആ സ്ഥാപനത്തിൽ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതൊക്കെ. 2 മാസം ആവുമ്പോഴേക്ക് നമുക്ക് പറയാൻ പറ്റും ആ സ്ഥാപനത്തിൽ ലാഭമുണ്ട് നഷ്ടമുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ എങ്ങനെ കൊടുക്കും? ഒന്ന് ആലോചിക്കും. ചിലപ്പോ പ്രീവിയസ് ഇയറിൽ കഴിഞ്ഞ വർഷം ഇതേ സമയം ലാഭം ഉണ്ടായിരുന്നു, അപ്പൊ ഈ വർഷം ഈ സമയം ലാഭം ഉണ്ടാവുള്ളൂ. എന്താ അല്ലേ? എങ്ങനെയൊക്കെയാ അസ്യൂം ചെയ്യണം നോക്കൂ. കഴിഞ്ഞ വർഷം ഇതേ സമയം നമുക്ക് ലാഭം ഉണ്ടായിരുന്നത്രേ, ആ ലാഭത്തിന്റെ വിഹിതം എടുത്തിട്ട് ഇയാളുടെ ഷെയറിന് കൊടുക്കും. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒരു ഊഹത്തിലല്ലേ കൊടുക്കുന്നത്? നമ്മളൊരു ഊഹത്തിലല്ലേ ഇതൊക്കെ കൊടുക്കുന്നത്? സസ്പെൻസ്. അത് ശരിയാവാം, തെറ്റാവാം, എന്ത് വേണമെങ്കിലും ആവാം, അല്ലേ? അപ്പോ ഈ മരിച്ചു പോണ വരെയുള്ള ലാഭം അയാൾക്ക് കൊടുക്കുമ്പോ അതിനുള്ള എൻട്രി എന്താണെന്ന് പറഞ്ഞാൽ താഴെ നോക്കിക്കോളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ്. വൈ സസ്പെൻസ്? because you are giving an estimated profit, not actual profit. You are just giving an estimated profit. You're not giving actual profit. You understand what I'm saying? അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ സസ്പെൻസ് എന്നുള്ള വേർഡ്. ഇത് ശരിയാവാം, തെറ്റാവാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ നമുക്ക് കൊടുത്തല്ലേ പറ്റും. വീട്ടുകാരും ഉണ്ടായിരിക്കും അവരുടെ. മരിക്കണ ആൾക്ക് കൊടുക്കാൻ പറ്റില്ല, മരിക്കുന്ന ആളുടെ വീട്ടുകാർ പൈസയ്ക്ക് വേണ്ടി വന്ന് നിൽക്കുമല്ലോ, സ്വാഭാവികം. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ലോസ് ആണെങ്കിലോ നേരെ ഉൾട്ടാ. എന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു P&L സസ്പെൻസ്. മരിപ്പാണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഫേമിന് നഷ്ടമായിരുന്നെങ്കിൽ വീട്ടുകാരുടെ അടുത്തുനിന്ന് വാങ്ങിച്ചെടുക്കും കാശ്. മരിപ്പ് എന്നുള്ള ഒരു സെന്റിമെന്റ്സും ഇവിടെ ഇല്ല. ദിസ് ഇസ് ബിസിനസ്. കാശാണ് എല്ലാം. Is it clear? That's all. So that's all about death of a partner. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇനി മരിക്കണ ആൾക്കും അയാളുടെ ഗുഡ് വില്, അയാളുടെ ക്യാപിറ്റൽ, അയാളുടെ ജനറൽ റിസർവ്ഡ് ഷെയർ, അയാളുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, അങ്ങനെ വാട്ട് എവർ ഇറ്റ് ഇസ് അതൊക്കെ കൊടുക്കണ്ടേ? പക്ഷെ മരിച്ച ആൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ഇനി അയാളുടെ പേരിൽ ഒരു ലോൺ അക്കൗണ്ട്, മരിച്ച ആളുടെ പേരിൽ ലോൺ അക്കൗണ്ട് ഒക്കെ തുടങ്ങാൻ പറ്റും? ഒരിക്കലും പറ്റില്ലല്ലോ. അപ്പോ അതിനെ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? അയാളുടെ എക്സിക്യൂട്ടർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്താണ്? അയാളുടെ എക്സിക്യൂട്ടർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദാറ്റ്സ് ഓൾ. സോ സിമ്പിൾ. ഇത്രയും കാര്യങ്ങളാണ് റിട്ടയർമെന്റിലും ഡെത്തിലും ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കുന്നത്. ഗെയിനിങ് റേഷ്യോ സാക്രിഫൈസിംഗ് റേഷ്യോ തമ്മിലുള്ള വ്യത്യാസമൊക്കെ ചിലപ്പോൾ തിയററ്റിക്കലി ചോദിക്കാം കേട്ടോ, അത് ഓർത്ത് വെക്കുക. ദാറ്റ്സ് ഓൾ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ഡിസൊല്യൂഷൻ നമുക്ക് നോക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്.